എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 69, 70 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തമാണുള്ളത്. ഹേമന്തത്തിൻ്റെയും അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള മഞ്ഞു വീഴുന്നതായ ശൈത്യത്തിൻ്റെയൊക്കെ വർണ്ണനയാണ് ഇപ്പോൾ കവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 69ാമത്തെ ശ്ലോകം ചൊല്ലാം. महिलास्तु हिनागमेन भूमौ नलिनश्रेणिषु नाळसात्कृतासु तदुपप्लवमाननाम्बुजेषु ध्रुवमाशङ्क्य न मन्दिरान्निरीयुः. ആദ്യം പദച്ഛേദം പറയാം. महिलाः तु हिनागमेन भूमौ नलिनश्रेणिषु नाळसात्कृतासु तदुपप्लवम् आननाम्बुजेषु ധ്രുവം ആശങ്ക്യ ന മന്ദിരാത് നിരീയു. മഹിളമാർ അഥവാ സ്ത്രീകൾ എന്താണ് ആ തണുപ്പ് കാലത്ത് ചെയ്തത് എന്നുള്ളതാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം പുരുഷന്മാരാരും അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. അതിന് കാരണമൊക്കെ പറഞ്ഞു. വേണ്ടതുപോലെ ഭർത്താക്കന്മാരെയൊക്കെ സേവിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇവിടെ പറയുന്നത് സ്ത്രീകൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാഞ്ഞത് എന്നാണ്. തുഹിനാഗമേന, തുഹിനത്തിൻ്റെ ആഗമം കൊണ്ട്, തുഹിനം മഞ്ഞുകാലം വന്നതോട് കൂടിയിട്ട് മഞ്ഞുകാലത്തിൻ്റെ വരവ് കൊണ്ട് എന്നും അർത്ഥം പറയാം. ഭൂമൗ, മഞ്ഞുകാലം വന്നപ്പോൾ ഭൂമിയിൽ എന്താണ് ഉണ്ടായത്? നളിനശ്രേണിഷു നാളസാത്കൃതാസു സത്സു. നളിനശ്രേണിഷു, നളിനശ്രേണികളിൽ, നളിനം എന്ന് പറഞ്ഞാൽ താമരക്കൂട്ടങ്ങളൊക്കെ തന്നെ എന്തായി തീർന്നു? നാളസാത്കൃതാസു, നാളസാത്കൃതങ്ങളായി എന്ന് പറഞ്ഞാൽ നാളം മാത്രമേ അവിടെ അവശേഷിക്കണുള്ളൂ, പൂക്കളൊന്നും കാണാനില്ലാതെയായി എന്നർത്ഥം. അതായത് മഞ്ഞ് വീഴണത് താമരയ്ക്ക് ഒട്ടും നന്നല്ല. താമരപ്പൂക്കൾ മുഴുവനും മഞ്ഞു വീഴ്ചയിൽ നശിച്ചു പോവാറുണ്ട്. അപ്പോൾ ഹിമ ആഗമത്തിൽ പൊതുവെ താമരപ്പൂക്കളുടെ അല്ലെങ്കിൽ താമര പൊയ്കകളുടെ സൗന്ദര്യം നശിച്ചു പോണതായിട്ട് എല്ലാ കവികളും പറയാറുണ്ട്. കാളിദാസൻ കുമാരസംഭവത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ സുകുമാര കവി പറയാണ്, പുറത്തേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾ കാണണത് മഞ്ഞു വീഴുന്നത് കൊണ്ട് ഭൂമിയിൽ അവരുടെ കണ്ണെത്താ ദൂരത്തോളമുള്ള താമരക്കുളങ്ങളൊക്കെ തന്നെ, താമര പൊയ്കകളൊക്കെ തന്നെ കേവലം തണ്ടുകൾ മാത്രം അവശേഷിക്കുന്ന തടാകങ്ങളായി തീർന്നിരിക്കുന്നു. അതാണ് നാളസാത്കൃതാസു, നാളങ്ങൾ മാത്രം അവശേഷിക്കുന്നതായ തടാകങ്ങളായി തീർന്നു താമരപ്പൊയ്കകളൊക്കെ തന്നെ. അത് കണ്ടിട്ട് അതിങ്ങനെ നോക്കി കാണുമ്പോൾ സ്ത്രീകളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് എന്നുള്ള പോലെയാണ് കവി പറയണത്. അവരുടെ മുഖം രക്ഷിക്കുന്നതിന്, മുഖം രക്ഷിക്കുക എന്നുള്ളത് ഒരു ഫ്രേസല്ല, കൃത്യമായിട്ട് മുഖത്തിന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി തന്നെ. അതാണ് ഇവിടെ പറയണത്. ആനനാംബുജേഷു തദുപപ്ലവം ആശങ്ക്യ. അതായത് ആനനാംബുജേഷു, തങ്ങളുടെ ആനനാംബുജങ്ങൾക്കും ഇതൊക്കെ തന്നെ സംഭവിക്കില്ലേ എന്ന് ശങ്കിച്ചുകൊണ്ട്, അതാണ് പറയണത്. ആനനാംബുജേഷു, ആനനങ്ങളാകുന്ന അംബുജങ്ങൾക്കും തദുപപ്ലവം, തദിത്യനേന ഹിമസ്യ അഥവാ തുഹിനസ്യ, തുഹിനത്തിൻ്റെ അല്ലെങ്കിൽ മഞ്ഞുകാലത്തിൻ്റെ ഉപപ്ലവം. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ ബാധ, മഞ്ഞു ബാധിക്കുക. ഹിമബാധ എവിടെയും ഉണ്ടാവും, ആനനാംബുജങ്ങളിലും ഉണ്ടാവും. മുഖങ്ങൾ അത്രയ്ക്ക് സുന്ദരങ്ങളായതുകൊണ്ട് താമരപ്പൂ പോലെയാണ്, താമര തന്നെയാണ് സുന്ദരിമാരുടെ മുഖം എന്നൊക്കെ കവികൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഭൂമിയിലുള്ള താമരപ്പൊയ്കയിലെ താമരകളൊക്കെ തന്നെ മഞ്ഞു വീണപ്പോൾ നശിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മുഖങ്ങളാകുന്ന കമലങ്ങൾ, മുഖകമലങ്ങൾക്കും ഈ മഞ്ഞുബാധ വരുമോ എന്നാശങ്കിച്ചു കൊണ്ടാണോ എന്ന് തോന്നും. ഉത്പ്രേക്ഷാലങ്കാരാണ്. അതാണ് തദുപപ്ലവം ആശങ്ക്യ ന മന്ദിരാത് നിരീയു ധ്രുവം. അവരവരുടെ മന്ദിരങ്ങളിൽ നിന്നും അവരവരുടെ ഗൃഹങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന തന്നെ ഇല്ല. ന നിരീയു, ധ്രുവം ന നിരീയു, ഉറപ്പായിട്ടും അതുകൊണ്ടാണ് പുറത്തേക്ക് വരാഞ്ഞത് എന്ന് കവി പറയാണ്. കവിയുടെ ആശങ്കയാണ്. കവി പറയണ വാക്കാണ് ധ്രുവം. ധ്രുവം മന്യേ ശങ്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഉത്പ്രേക്ഷാലങ്കാരാണ്. അപ്പോൾ മഞ്ഞു വീഴ്ച താമരപ്പൊയ്കകളുടെ ശോഭയെ എങ്ങനെയാണോ കെടുത്തിയത്, അതേപോലെ തന്നെ
മഞ്ഞു വീഴൽ കാരണം തങ്ങളുടെ മുഖത്തിനും ചില കേടുപാടുകളൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും. സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങിയില്ല. ശരിക്കും അതന്നെയാണ്. മഞ്ഞു വീഴുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വലിച്ചിൽ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയുള്ളതൊക്കെ മഞ്ഞു വീഴുമ്പോൾ ശരീരത്തിന് വരാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങാത്തത്. പക്ഷേ അതിനെ കവി പറയാണ്, മുഖങ്ങളൊക്കെ താമര പോലെ സുന്ദരമായതുകൊണ്ട് താമരപ്പൊയ്കകൾക്ക് വന്ന ആ ഒരു ദോഷം അല്ലെങ്കിൽ ബാധ തങ്ങളുടെ മുഖത്തേക്കും വരും, മുഖങ്ങളാകുന്ന താമരപ്പൂവിലേക്കും വരും എന്ന് കരുതിയിട്ടായിരിക്കും സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങാഞ്ഞത് എന്ന്. സത്യത്തിൽ അവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. മുഖത്തിന് മാത്രമല്ല, ശരീരമാസകലം മഞ്ഞു വീണാൽ നല്ല അസ്വസ്ഥതകൾ ഉണ്ടാവും. ഈ സ്കിന്നിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മഞ്ഞ്. അതുകൊണ്ട് ആ ഒരു സംരക്ഷണം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങാഞ്ഞത്. അതിനെ കവി വേറൊരു തരത്തിൽ വർണ്ണിക്കുകയാണ്, താമരയുമായിട്ട് തുല്യമാണ് മുഖം എന്നുള്ള രീതിയിൽ വർണ്ണിച്ചിട്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 70-ാമത്തെ ശ്ലോകം നോക്കൂ. ഉപഹത്യ സരോരുഹാണി ഭൂമൗ വനിതാലോചന സാമ്യഗർവിതാനി ഉപഹന്തുമിവോത്സുകാഹിമാനി ദിനകൃത്പാണി സരോജമുജ്ജൃംഭേ. ആദ്യം പദച്ഛേദം പറയാം. ഉപഹത്യ സരോരുഹാണി ഭൂമൗ വനിതാലോചന സാമ്യഗർവിതാനി ഉപഹന്തും ഇവ ഉത്സുകാ ഹിമാനി ദിനകൃത്പാണി സരോജം ഉജ്ജൃംഭേ. ഇവിടെ ഹിമാനിയുടെ ഒരു അഹങ്കാരമാണ് വർണ്ണിക്കുന്നത്. ഹിമാനി എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം, ഹേമന്തകാലം എന്താണ് ചെയ്തതെന്നാണെങ്കിൽ, ഹിമാനി വനിതാലോചന സാമ്യഗർവിതാനി ഭൂമൗ സരോരുഹാണി ഉപഹത്യ. വനിതാലോചന സാമ്യഗർവിതാനി ഭൂമൗ സരോരുഹാണി. ഭൂമിയിലുള്ള സരോരുഹങ്ങളെ മുഴുവനും തന്നെ. സരോരുഹാണി ദ്വിതീയ ബഹുവചനാണ്. സരോരുഹങ്ങൾ എന്നുള്ളത് നപുംസകലിംഗമാണ് എന്നുള്ളത് കൊണ്ട് പ്രഥമയും ദ്വിതീയയും ഒരേപോലെയാണ് രൂപങ്ങൾ. ഹേമന്തകാലം എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ, വനിതാലോചന സാമ്യഗർവിതം. വനിതകളെ സ്ത്രീകളുടെ ലോചനത്തിനോട് സാമ്യമുണ്ട് എന്നുള്ളതിനാൽ അഹങ്കരിച്ച് നടക്കുന്നവരായ താമരപ്പൂക്കൾ. അതായത് ഭൂമിയിലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ കണ്ണുപോലെയാണ് തൻ്റെ ഇതളുകൾ അല്ലെങ്കിൽ താൻ എന്ന് വിചാരിക്കുകയാണ് അത്രേ ഓരോ താമരയും. ഇവിടെ തിരിച്ചാണ് പറയണത്. സാധാരണ സ്ത്രീകളുടെ കണ്ണിനെ താമരയോട് ഉപമിക്കുകയാണ്. താമരയുടെ ഇതൾ പോലെയാണ് സ്ത്രീകളുടെ കണ്ണുകൾ എന്ന് പറയാറുള്ളത്. ഇവിടെ ആശങ്കയുമുണ്ട്, അതോടൊപ്പം തന്നെ പ്രദീപം എന്ന് പറഞ്ഞ അലങ്കാരമുണ്ട്. താമര സ്വയം ഗർവിക്കുകയാണ്. തന്നെ കണ്ടാൽ അല്ലെങ്കിൽ തൻ്റെ ഇതളുകൾ കണ്ടാൽ സ്ത്രീകളുടെ കണ്ണുപോലെയാണ് എന്ന്. ഇവിടെ ഭൂമിയിലുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ കണ്ണുപോലെയാണ് തൻ്റെ ഇതള് എന്നുള്ള ഗർവ് കൊണ്ട് നടക്കുന്നവരായിട്ടുള്ള താമരകൾ. അങ്ങനെയുള്ള താമരകളെ ഉപഹത്യ നശിപ്പിച്ചിട്ട് ഈ ഹിമാനി എന്താണ് പിന്നെ അതിൻ്റെ ഗർവ് കൂടി എന്താ ചെയ്യാൻ പുറപ്പെട്ടതെന്ന് പറയാണ്. ദിനകൃത്പാണി സരോജം ഉപഹന്തും ഇവ ഉത്സുക ഉജ്ജൃംഭേ. ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഭൂമിയിലെ എല്ലാ താമരപ്പൊയ്കകളെയും എല്ലാ താമരകളെയും ബാധിച്ചതിന് ശേഷം ഹിമാനി അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അതാണ് ഉജ്ജൃംഭേ. ഉജ്ജൃംഭേ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു. എവിടേക്കൊക്കെ വരെ എത്തിത്തുടങ്ങി അതിൻ്റെ പ്രഭാവം എന്ന് പറയാണ്. ദിനകൃത്പാണി സരോജം ഉപഹന്തും ഇവ. ദിനകൃത്ത് എന്ന് പറഞ്ഞാൽ ദിനകരൻ, സൂര്യൻ്റെ കയ്യിലെ താമരയെ പോലും ആക്രമിക്കാൻ തുടങ്ങി. സൂര്യൻ്റെ കയ്യിലൊരു താമരപ്പൂവുണ്ട്. സൂര്യൻ്റെ ചിത്രമെടുത്ത് നോക്കിയാൽ കാണാം സൂര്യനെ ചിത്രീകരിക്കുന്നത് കയ്യിലൊരു താമരപ്പൂവോട് കൂടിയിട്ടാണ്. പിന്നിൽ 2 കയ്യിൽ ശംഖും ഉണ്ടാവും, ചക്രവും ഉണ്ടാവും. ഒരു കയ്യ്, വലത്തെ കയ്യ് അഭയമാണോ വരദാനമാണോ, എന്തായാലും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്, അഭയമാണ്. അതുപോലെ ഇടത്തെ കയ്യിൽ ഒരു താമരയുള്ളതായിട്ട് പല ചിത്രങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെ വേറെ ചില ചിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ 2 കയ്യേ ഉള്ളൂ, 2 കയ്യിലും താമര കാണാനുണ്ട്. ഇനി 4 കൈയുണ്ടെങ്കിൽ 4 കയ്യിൽ 3 കൈകളിലും താമരയുണ്ട്, ഒരു കയ്യിൽ അഭയം. അങ്ങനെയാണ്
പല ചിത്രങ്ങളിലും സൂര്യനെ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്, സൂര്യനെ വരച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് കവി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദിനകൃത് പാണി സരോജം ഉപഹന്തും ഇവ. ദിനകരൻ്റെ, സൂര്യൻ്റെ കയ്യിലെ താമരയെ പോലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഉപഹന്തും ഉത്സുക ഇവ, ആ താമരയെ പോലും നശിപ്പിക്കാൻ ഉത്സുകയായിട്ടാണോ എന്ന് തോന്നും വിധം ഹിമാനി എന്ത് ചെയ്തു? ഉജ്ജൃംഭേ, മുകളിലേക്ക് വർദ്ധിച്ചു. അതായത് താഴത്തെ പരിപാടികളൊക്കെ നിർത്തിയിട്ട് മുകളിലേക്ക് കൂടി അതിൻ്റെ ഒരു സ്വാധീനം, തണുപ്പിൻ്റെ സ്വാധീനം ഉണ്ടാവാൻ തുടങ്ങി എന്നർത്ഥം. താഴെ എല്ലാ താമരകൾക്കും കേടുപാടുണ്ടായി. ഇനി കുറച്ച് താമരകൾ ബാക്കി നിൽക്കുന്നത് കേവലം ദിനകരൻ്റെ, സൂര്യൻ്റെ കയ്യിലാണ്, സൂര്യദേവൻ്റെ കയ്യിലാണ്. അതും കൂടി അങ്ങോട്ട് നശിപ്പിച്ചേക്കാം, ബാക്കി ഒറ്റ താമരയും ഇനി ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നും. ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തേക്കും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്കും മഞ്ഞ് അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഭൂമിയിൽ എല്ലായിടവും മഞ്ഞ് ബാധിച്ചു, അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയുണ്ടായി, മുകളിലേക്കും മഞ്ഞിൻ്റെ പ്രാഭവമുണ്ടായി എന്ന് വർണ്ണിക്കാനാണ് കവി ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മഹിളാസ്തു ഹിനാഗമേന ഭൂമൗ നളിനശ്രേണിഷു നാളസാത്കൃതാസു തദുപപ്ലവമാനനാംബുജേഷു ധ്രുവമാശങ്ക്യന മന്ദിരാന്നിരീയുഃ ഉപഹത്യ സരോരുഹാണി ഭൂമൗ വനിതാലോചന സാമ്യഗർവിതാനി ഉപഹന്തുമിവോത്സുകാ ഹിമാനി ദിനകൃത്പാളി സരോജമുജ്ജൃംഭേ. അവസാനത്തെ വരിയിൽ ഉജ്ജൃംഭേ എന്ന് പറയുമ്പോൾ ഉത്ത് എന്നുള്ള വാക്കുകൊണ്ട് മുകളിലേക്കെന്നാണ്, മുകളിലേക്ക് കൂടി അതിൻ്റെ ഒരു ശക്തി വരാൻ തുടങ്ങി. സൂര്യനെ പോലും ആക്രമിച്ച് കീഴടക്കുന്ന അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഹേമന്തകാലമാണ് വന്നത് എന്ന് പറയാനാണ് കവി പുറപ്പെട്ടത്. അതിനുശേഷമാണ് ഇനി കഠിനമായിട്ടുള്ള ശിശിരത്തിൻ്റെ വരവ്. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.